അറസ്റ്റ് ആർക്ക് കിട്ടിയതാ. രോഹിത്, ഇത് രോഹിത്തിന്റെ ഷൂ അല്ലേ? അപ്പൊ രോഹിത് അർജുനേട്ടാ, കുഞ്ഞിനെ ഒന്ന് പിടിക്ക. സുസ്മിത, നീ ഇങ്ങനെ കരയാതെ. ഞാനിനി എന്തിനാ ശാലിനി ജീവിച്ചിരിക്കുന്നത്? എന്റെ രോഹിത്തിന് എന്തും പറ്റി. രോഹിത്തിനൊന്നും സംഭവിച്ചിട്ടില്ല സുസ്മിത. രോഹിത്ത് ജീവനോടെ ഉണ്ട്. രോഹിത്തിനെ നമുക്ക് കണ്ടെത്താം. വിഷമിക്കല്ലേ. രോഹിത്തിനെതിരെ ഞാനിവിടെ നിൽക്കാൻ ശാലിനി. എത്രയും പെട്ടെന്ന് ശാലിനി ഇവരെ കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു. വിഷ്ണുട്ടോ, പക്ഷെ അമ്മ ഇപ്പൊ തൽക്കാലം ഒന്നും അറിയണ്ട. താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അമ്മയെ കൂടി നഷ്ടപ്പെടാൻ വയ്യപ്പോ. രോഹിത്തിനെ കണ്ടെത്തണം. പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങ് എത്തിക്കോളാം. ഞാനിവിടെ ഒരു ആംബുലൻസിന് ഏർപ്പാട് ചെയ്യാം. എല്ലാം ഇയാളെ ഏൽപ്പിച്ച് പോവാ ഞാൻ. ഒറ്റയ്ക്കല്ല. അർജുൻ, മോളെ, താനവിടെ നോക്കിക്കോണേ. പോയിട്ട് വരാം. എന്റെ രോഹിത്
യന്ത്രം ശിവക്ഷേത്രത്തിൽ സ്ഥാപിച്ചില്ലെങ്കിൽ പ്രീതിയുടെ ജീവൻ ആപത്താണല്ലോ ദേവി. എന്താ സംഭവിച്ചെന്നൊന്നും അറിയാനും പറ്റുന്നില്ല. ഡോക്ടർ വിശ്രമിക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ് സത്യമ്മ ഫോണും വാങ്ങിച്ചു വെച്ചിരിക്കുക. ശാരദാമ്മേ, ആഹാ, ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാൻ എവിടെയെല്ലാം തിരക്കി. അത് ഞാൻ ദാ, ഇതും കുടിച്ച് ടാബ്ലറ്റ് അങ്ങോട്ട് കഴിക്ക്, ക്ഷീണം മാറും. അയ്യോ, സത്യമ്മ എന്തിനാ ബുദ്ധിമുട്ടിയത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇതിലൊക്കെ എന്താ ശാരദാമ്മേ? എന്നെ നോക്കാനായിട്ടാണെങ്കിലും ശാരദാമ്മയെ ശാലിനി ഇവിടെ നിർത്തിയിട്ട് പോയത് നന്നായി. അല്ലെങ്കിൽ ശാരികയും ശ്യാമയൊക്കെ വിഷമിച്ചെന്നെ ഇപ്പൊ. കഴിക്ക്. സത്യമ്മയ്ക്ക് ബുദ്ധിമുട്ടായതൊക്കെ. ആ, അങ്ങനെയാണെങ്കിലേ എന്നെ നോക്കുന്നത് ശാരദാമ്മയ്ക്കും ബുദ്ധിമുട്ടാവില്ലേ? എന്താ എന്താ ശാരദാമ്മേ? പഞ്ചകൈലാസത്തിലേക്ക് പോയ കുട്ടികളെ ആലോചിച്ചിട്ടാണോ? എന്റെ മനസ്സിലുള്ള കാര്യം നിങ്ങളോട് പറയാനാവില്ലല്ലോ സത്യമ്മേ. ശാരദാമ്മേ, അവര് 6 പേരില്ലേ? നമ്മുടെ മനസ്സിലെ അവര് കുട്ടികളായുള്ളൂ. എല്ലാവരും വളർന്നു വലുതായവരാ. ഏതു പ്രതിസന്ധിയും അതിജീവിക്കാൻ കരുത്തുള്ളവരും. സത്യത്തിൽ ശാരദാമ്മയും ഈ സത്യാമ്മയും ഒക്കെ ശരിക്കുള്ള കുട്ടികള്. അർജുനേട്ടാ, ആംബുലൻസ് കാണാനില്ലല്ലോ. വിളിച്ച് പറഞ്ഞിട്ട് ശാലിനി ഉടനെ വരുമായിരിക്കും. സിദ്ധൻ ജപിച്ചെന്ന യന്ത്രം പഞ്ചകൈലാസത്തിലെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നതോടെ പ്രീതിക്കുണ്ടായിരുന്ന ദോഷം എല്ലാം മാറിയില്ലേ? കുഞ്ഞുമായി നല്ല മിടുക്കിയായിട്ട് അവളിങ്ങ് തിരിച്ചെത്തും. ഈശ്വര, ശാരദാമ്മയ്ക്ക് ഇനിയും ടെൻഷൻ മാറിയില്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ച് സംസാരിക്കാം. സത്യാമ്മയെ വിളിക്കുന്ന. എടുക്ക് ശാലിനി, എപ്പോഴായാലും ഒരു മറുപടി കൊടുത്തല്ലേ പറ്റൂ. എടുക്ക്. ഹലോ. ആ, ദേ കോൾ എടുത്തു. ഞാൻ സ്പീക്കറിലിടാം. ശാലിനി, നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങളങ്ങോട്ട് തിരിക്കുക സത്യാമ്മേ. ഉച്ച മുതൽ നിങ്ങളെ ഓരോരുത്തരെ മാറി മാറി വിളിക്കുക, ആരെയും കിട്ടിയില്ല. അത് സിഗ്നൽ പ്രോബ്ലം ഉണ്ടായിരുന്നു സത്യാമ്മേ. മൃത്യുഞ്ജയ പൂജയൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. കേട്ടില്ലേ? നിങ്ങൾ ഉടനെ പുറപ്പെടുവല്ലേ? അത് ഞങ്ങള് വണ്ടി പ്രതീക്ഷിച്ചിരിക്കുക. വണ്ടിക്ക് എന്തു പറ്റി? അത് കുഴപ്പമൊന്നുമില്ല സത്യമേ. ടയറ് പഞ്ചറായി. കാട്ടുവഴിയിലൂടെ ഓടിയതല്ലേ, സ്റ്റെപ്പിനുള്ളതല്ലേ, അത് മാറ്റിക്കൊണ്ടിരിക്കുക. സമയത്ത് തന്നെ എത്തുമല്ലോ.
എത്തും. അല്ല, പ്രീതി എവിടെ? അവളുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. പ്രീതി ഉറങ്ങാ സത്യമേ. ഈ സമയത്തോ? ശാലിനി, അത് രാവിലെ എഴുന്നേറ്റതല്ലേ, പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. നിങ്ങള് റിസോർട്ടിൽ തിരിച്ചെത്തിയോ? ദേ, ഇനി അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങണ്ട, പെട്ടെന്ന് നീ പോര്. കുഞ്ഞുവാവയെ കാണാൻ കൊതിയായിട്ട് 2 അമ്മമാരിവിടെ ഇരിപ്പുണ്ട്. ദേ, നിന്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ. ശാരദാമ്മയെ സമാധാനിപ്പിക്കാൻ സ്പീക്കറിലിട്ടാ ഞാൻ സംസാരിക്കുന്നത്. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ശാരദാമ്മയോട്? ഇല്ല ഇല്ല സത്യമേ, ഞങ്ങളങ്ങോട്ട് വരല്ലേ. എന്നാ വെച്ചോട്ടെ. ആ, വെച്ചോ, സൂക്ഷിച്ചു പോരണേ. വരുന്നുണ്ട് ഭാമാൻറ്റി. ജീവനുള്ളൊരു ശവം ഒപ്പം കെട്ടിപ്പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇല്ലാത്തൊരെണ്ണം പഞ്ചകൈലാസത്തിലെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ടുമുണ്ട്. കേട്ടില്ലേ? അവരെല്ലാം നല്ല സന്തോഷത്തിലാ, ഒരാശങ്കയും വേണ്ട. ശാരദാമ്മേ, സമാധാനായിട്ടിരിക്കേ. പിന്നെ ശാരദാമ്മേ, കുട്ടികൾ ഇങ്ങെത്തിയാലും ഉടനെ പുറപ്പെട്ടു പോകാനൊന്നും നിൽക്കണ്ട കേട്ടോ. 2-3 ദിവസം ഇവിടെ വിശ്രമിച്ചിട്ട് എല്ലാവർക്കൊപ്പം ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. അയ്യോ സത്യമേ, അവര് ശാരദാമ്മ ഇനി ഒന്നും പറയണ്ട. ദേ, ശാരദാമ്മ പുനർജന്മം കൊടുത്ത കുഞ്ഞിന്റെ കൂടെ 1-2 രാത്രി കൂടി താമസിച്ചാലേ കുടുംബശ്രീയിലുള്ളവരെ കാക്കയൊന്നും കൊത്തിക്കൊണ്ട് പോകത്തില്ല കേട്ടോ. അത് പിന്നെ ഞാൻ അവര് മറുത്തൊന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവിടെ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവൾ എന്നോട് സംസാരിക്കാതിരിക്കില്ല. അവളുടെ ശബ്ദം പതറിയിട്ടുണ്ട്. ദേവി കാത്തോളണേ പിള്ളേരെ. വിഷ്ണുട്ടനെ വിളിച്ചു പറയാം. രോഹിത്, നിങ്ങളെ ആ സ്ഥലത്ത് പോയി നോക്കൂ, ഞങ്ങളെ ഈ ഭാഗത്ത് നോക്കാം കേട്ടോ. വാ. രോഹിത്, രോഹിത്,
രോഹിത് ആ ശാലിനി വിഷ്ണുട്ടാ എന്തായി? രോഹിതിനെ പറ്റി എന്തെങ്കിലും വിവരം? ഇതുവരെ ഇല്ല ശാലിനി. അവിടെ ആംബുലൻസ് വന്നോ? ഇല്ല, ഞങ്ങള് വെയിറ്റ് ചെയ്യാം. പിന്നെ വിഷ്ണുട്ടാ സത്യമ്മ വിളിച്ചിരുന്നു. അമ്മയുടെ ഒപ്പം ലൗഡ് സ്പീക്കറിലിട്ട സംസാരിച്ച്. എന്നിട്ട് ഞാൻ കുറെ കള്ളങ്ങൾ പറഞ്ഞു. മടങ്ങി പോവല്ലേന്ന് ചോദിച്ചപ്പോ ഞാൻ അതേന്നും പറഞ്ഞു. തിരിച്ചു ചെല്ലുമ്പോ പ്രീതിയുടെ കാര്യം എങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്കൊരു പിടിയുമില്ല വിഷ്ണുട്ടാ. പറയണോടി, രോഹിത് ചത്തു തുലഞ്ഞെന്നും അവരുടെ മോള് ചാകാൻ കിടക്കുവാണെന്നും. ഇതിനെല്ലാം കാരണം നീ ഒറ്റയാളാ. എന്റെയും വിഷ്ണുവേട്ടന്റെയും ജീവിതത്തിലേക്ക് നീ കയറി വന്നതുകൊണ്ടാ എനിക്ക് ഈ കടുങ്കൈയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഞാനിപ്പോ എന്താ പറയാ ശാലിനി? ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ സങ്കടം പറഞ്ഞതേ ഉള്ളൂ. വേറെ ആരാ എനിക്കിപ്പോ പറയാൻ? വെച്ചു വിഷ്ണുട്ടോ. ശാലിനി, നമ്മൾ ഇനി എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല.